blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്കിപ്പോൾ ഒരുമിച്ച് ചേർന്ന് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത എൻ്റെ പിന്നിൽ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സായി, സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ചവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ആലുവയിൽ നിന്നുള്ള ഡെയ്സി ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ കൊച്ചുമകൻ ഡിവിൻ്റെ ബർത്ത്ഡേ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ഡിവിൻ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഡിവിനെ അനുഗ്രഹിക്കുന്നു, ഡാനി അനുഗ്രഹിക്കുന്നു. കർത്താവ് നല്ല ആരോഗ്യം ഈ മക്കൾക്ക് നൽകണമേ, വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ. മകൾ വിനീതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദുബൈയിൽ നല്ല ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാംഗ്ലൂരിൽ നിന്നുള്ള ടിജി, ടിനു ആൻഡ് ടോജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ടിജിക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു നോർമൽ ഡെലിവറിയിലൂടെ വളരെ ആരോഗ്യമുള്ളൊരു പൈതലിനെ നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. മാത്രമല്ല, ഡെലിവറിക്ക് ശേഷം 4 മാസത്തിനകം കുവൈറ്റിൽ നഴ്സിംഗ് ജോലി ലഭിക്കുവാനും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള സകലരും ചേർന്ന് കർത്താവെ, ഈ നിൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കായംകുളം ജൂൺ 17 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. GDM ഓഡിറ്റോറിയം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, NH47 കായംകുളം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നെയ്യാറ്റിൻകര ജൂൺ 18 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ശ്രീരാഗം ഓഡിറ്റോറിയം, കരിനട, വ്ളാങ്ങാമുറി ജംഗ്ഷൻ, പൂവാർ റോഡ്, നെയ്യാറ്റിൻകര. അത്ഭുതകരമായ രോഗസൗഖ്യങ്ങളുടെയും വിടുതലുകളുടെയും അനേകം സാക്ഷ്യങ്ങളുമായി ബ്ലെസ്സിംഗ് ടുഡേയിലൂടെ നാം ഇതിനോടകം കണ്ടു കഴിഞ്ഞു. ഇന്നും ചില ജീവനുള്ള സാക്ഷ്യങ്ങളിലേക്ക്. തൊട്ടടുത്തിരിക്കുന്ന മോളുടെ പേര് അശ്വതി എന്നാണ്. അശ്വതി അമ്മയും അനിയത്തിയാണ്. അവർ വരുന്നത് ശ്രീകാര്യം എന്ന് പറയുന്ന സ്ഥലത്താണ്, നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയാണ് അവർ വരുന്നത്. ഈ മോൾക്ക് ദൈവം ചെയ്ത അത്ഭുതമാണെന്ന് നമ്മളുമായി അശ്വതിയുടെ സാക്ഷ്യമാണ് പങ്കുവയ്ക്കുന്നത്. അശ്വതിക്ക് ദൈവം ചെയ്ത, അശ്വതി പഠിക്കുന്നത് ബിഫാമിനാണ്. തനിക്ക് ബിഫാമിൻ്റെ കഴിഞ്ഞ വർഷം 2015 ഓഗസ്റ്റിലാണ് ബിഫാമിൻ്റെ 3rd ഇയർ എക്സാം നടക്കുന്നത്. ആ സമയത്ത് ഈ അശ്വതിക്ക് പെട്ടെന്ന് തൻ്റെ കണ്ണിന് കാഴ്ചക്കുറവ് പോലെ സംഭവിച്ചു. പെട്ടെന്ന് പഠിക്കുന്ന സമയത്ത് തന്നെ അവർ പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു അത് വൈറൽ ഇൻഫെക്ഷനാണ്, കുറച്ച് നാൾ പിടിക്കും അത് മാറാനായിട്ടെന്ന് പറഞ്ഞു. അതുമാത്രമല്ല, ഒരു കണ്ണിന് വന്നു, പിന്നീട് അത് മറ്റേ കണ്ണിന് ബാധിച്ചു. എനിക്ക് ഒട്ടും കാഴ്ച ശക്തി ഇല്ലാതെ അത് പോയി. ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ബിഫാമിൻ്റെ എക്സാമാണ് തൊട്ടടുത്ത മാസങ്ങളിൽ വരുന്നത്. ഈ സമയത്ത് പഠിക്കാനൊന്നും, എന്തായാലും തനിക്ക് ബുക്ക് നോക്കി വായിക്കാനൊന്നും പറ്റുന്നില്ല, കണ്ണിന് ഭയങ്കര വേദനയായിരുന്നു. ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, പരീക്ഷ എഴുതണ്ട. കാരണം ഈ സമയത്ത് കണ്ണിന് പൂർണ്ണ റെസ്റ്റാണ് വേണ്ടത്, അതുകൊണ്ട് പരീക്ഷ എഴുതണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. വായിക്കുകയും വേണ്ട, ഒന്നും ചെയ്യേണ്ട, റെസ്റ്റ് എടുത്ത് ഭവനത്തിൽ തന്നെ ആയിരിക്കുവാൻ പറഞ്ഞു. പക്ഷേ ഇവർ ചെയ്തത്, നമ്മുടെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിലെ പ്രയർ കോൾസിനെ വിളിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഈ വിഷയവും പറഞ്ഞ് മോളും വിളിച്ച് പ്രാർത്ഥിക്കും. ഒരു വിശ്വാസം അവരുടെ അകത്ത് കയറി. എന്തായാലും അവർ പറഞ്ഞു, ബ്ലെസ്സിംഗ് കൂടെ TV പ്രോഗ്രാം കാണും, അപ്പോൾ അതിലൂടെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എക്സാം സമയമായപ്പോൾ ഒട്ടും കണ്ണ് കാഴ്ച ഇല്ലാതെ പോയി. കണ്ണ് കാഴ്ചയില്ല. ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്നാണ് വായിച്ച് പഠിക്കുക ചെയ്യുന്നത്. മാത്രമല്ല, എക്സാം എഴുതാൻ വിശ്വാസത്തോടെ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കണ്ടു. ആദ്യത്തെ എക്സാം എഴുതാൻ പോയത് ഇങ്ങനെയാണ്. താൻ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കണ്ടു. അതിനുശേഷം 7:30 കഴിഞ്ഞ് താൻ കോൾ സെൻറ്ററിലേക്ക് വിളിച്ചു. അവിടെ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചു. അവർ പറഞ്ഞു, ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഈ മോള് ചെയ്തത് പരീക്ഷാ ഹാളിലേക്ക് യേശുവിനെ കൂട്ടിക്കൊണ്ടുപോയി. അതിനകത്തേക്ക് ചെന്ന് ഇരുന്നു. ഒരു കണ്ണ് അടച്ചു പിടിച്ചാണ് താൻ എഴുതി. ഒരു കണ്ണ് അത്രയ്ക്കും വേദനയായിരുന്നു. ഏത് കണ്ണ് അടച്ചു പിടിച്ചു? ലെഫ്റ്റ് ആയി ഇങ്ങനെ അടച്ചു പിടിച്ചിട്ട്
എഴുതി. താൻ പറഞ്ഞത് വല്ലാതെ ഭാരപ്പെട്ടു, വല്ലാതെ കരഞ്ഞു. എന്താണ് എഴുതിയെന്ന് തനിക്ക് പോലും അറിയത്തില്ല എന്നാണ് പറഞ്ഞത്. ആ എല്ലാ എക്സാമും അങ്ങനെയാണ് താൻ എഴുതിയത്. പക്ഷേ എല്ലാ ദിവസവും രാവിലെ ബ്ലെസ്സിംഗ് ടി വി പ്രോഗ്രാം കാണും, ബ്ലെസ്സിംഗ് സെൻറ്ററിൽ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. എല്ലാ എക്സാമും എഴുതി, ഒരു കണക്കിന് എല്ലാ എക്സാമും എഴുതി. അവർ വിചാരിച്ചു എല്ലാ എക്സാമും എന്തായാലും തോറ്റു, ബിഫാമിൻ്റെ 3rd ഇയർ എക്സാം തോറ്റു എന്ന് വിചാരിച്ച സ്ഥാനത്ത് കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നപ്പോൾ 60 പേര് എഴുതിയതിൽ ഈ കുഞ്ഞ് ഒന്നാമതെത്തി. ഈ കുഞ്ഞ് ആ 60 പേരിൽ ഒരാളായി മാറി. 10 പേരെ ജയിച്ചുള്ളൂ, അതിൽ ഒരാളായി മാറി. മോള് പറയുന്നത് ഞാൻ എന്തൊക്കെ എഴുതി കൂട്ടി, ഒന്നും കാണാതെ എന്തൊക്കെ എഴുതി കൂട്ടി, പക്ഷെ ദൈവം അത്ഭുതം ചെയ്തു. ലാസ്റ്റ് എക്സാം എഴുതുന്ന സമയത്ത് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഡിസംബർ 12-ാം തീയതി. ആ കഴിഞ്ഞ ഡിസംബർ 12 ബ്ലെസ്സിംഗ് ഇവർ ചെയ്തത് പരീക്ഷ കഴിഞ്ഞ് ഓടി മോള് 2 മണി സമയത്ത് ഇവിടെ വന്നു. ബ്രദർ മേളിലിരിക്കുകയായിരുന്നു, ആ സമയത്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഓടി വന്ന് മോള് വന്ന് ബ്രദറിൻ്റെ അടുക്കലൊന്ന് പ്രാർത്ഥിച്ചു. ഏതാണ്ട് ഒരു ഓർമ്മയുണ്ട് ആരൊക്കെ ഓടി വന്ന് പ്രാർത്ഥിച്ചു. ആ സമയം മുതൽ മോള് പറയുന്നു, ആ സമയം മുതൽ തനിക്ക് ആ സൗഖ്യം ലഭിച്ചു എന്നാണ് പറയുന്നത്. ആ സമയം മുതൽ പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കണ്ണിന് ആ കാഴ്ചശക്തി പൂർണ്ണമായിട്ട് തിരിച്ചു വന്നു. പിന്നീട് ഇതുവരെ മോൾക്ക് ആ പ്രശ്നം വന്നിട്ടില്ല, പൂർണ്ണമായിട്ട് സൗഖ്യമായി. ഇപ്പോൾ ഏകദേശം 5 മാസത്തോളം ഒരു കുഴപ്പവുമില്ലാതെ മോളിരിക്കുന്നു. പരീക്ഷ നടക്കുന്നത് ആ ഡിസംബറിൽ തന്നെയായിരുന്നു എക്സാം നടന്നുകൊണ്ടിരുന്നത്, ഓഗസ്റ്റിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ എങ്കിലും ഈ ബ്ലൈൻഡ്നെസ് പാർഷ്യലായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. ഓക്കെ, പ്രാർത്ഥിച്ച ശേഷം എന്താണ് ഉണ്ടായ വ്യത്യാസം ഫീൽ ചെയ്തത്? കുറഞ്ഞു വരുമായിരുന്നു. ഓക്കെ, വന്ന് ഇപ്പം എങ്ങനെയുണ്ട് വിഷയം? ഇപ്പം കുഴപ്പമില്ല, കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം 4th ഇയർ കണ്ടിന്യൂ ചെയ്യണോ? 4th ഇയർ ഉണ്ടോ? എക്സാം വരുവാണ്. ഓക്കെ, ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കും. ഓ മൈ ഗോഡ്, ദിസ് ഈസ് അമേസിങ്. പൂർണ്ണമായിട്ട് മാറിപ്പോയി. അന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ആൻറ്റി എന്നോട് അവിടെ നിന്ന് പറഞ്ഞാണ്, ഞങ്ങൾ ഈ ബ്ലെസ്സിംഗിലൂടെ ടി വി പ്രോഗ്രാം കാണാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്നാൽ സമയം പോരാതെ വരും, അത്രത്തോളമാണ് ദൈവം ചെയ്തു കൊടുത്തതെന്നാണ് പറയുന്നത്. ഇതൊരു സാക്ഷ്യം മാത്രമാണ്, ഈ ഒരു സാക്ഷ്യം മാത്രമാണ് പറഞ്ഞത്. ആൻറ്റി പറഞ്ഞത് ഒത്തിരി ഉണ്ട്. ഞങ്ങളുടെ ഭവനം വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. 12-ാം തീയതി, കഴിഞ്ഞ 12-ാം തീയതി, ഡിസംബർ 12-ന്. കഴിഞ്ഞ ഒരൊറ്റ പ്രാവശ്യത്തെ മാത്രം പല സാക്ഷ്യങ്ങളായി കേൾക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇപ്പൊ വിസ ലഭിച്ചിട്ടുണ്ട്. വിസ അടിക്കാൻ കൊടുത്ത് കൈ കിട്ടിയിട്ടില്ല. ഏജ് ഓവർ ആയതുകൊണ്ട് വളരെ പ്രയാസമായിരുന്നു. പക്ഷെ ദൈവം അവിടെ അത്ഭുതം ചെയ്തു. മെഡിക്കൽ എല്ലാം പാസ്സായി ആ വിസ കിട്ടിയെന്ന് അവർ അന്നും ബ്രദറിന്റെ അടുക്കൽ വന്ന് അത് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. അത് ലഭിച്ചു. വളരെ അത്ഭുതകരമായി ദൈവം ചെയ്തിരിക്കുകയാണ് ബ്രദർ. കണ്ണുനീരിന്റെ താഴ്വരയിലൂടെ പോകുമ്പോൾ അനുഗ്രഹത്തിന്റെ ജലാശയത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന യേശുവാണ് ഈ കുടുംബത്തിൽ പ്രവർത്തിച്ചത്. ഇതേ അനുഭവത്തിൽ വേറെ ഏതെങ്കിലും നിലയിൽ വലിയ പ്രയാസങ്ങളോടെ പോകുന്നവരെല്ലാം കൈകൾ ഉയർത്തി എന്നോട് ചേർന്ന് പറയാം, യേശുവേ. കൂടുതൽ ശബ്ദത്തിൽ പറയാം, യേശുവേ. ഞാനും അങ്ങിൽ വിശ്വസിക്കുന്നു. എൻ്റെ കഷ്ടതയിൽ, എൻ്റെ ആപത്തിൻ്റെ നാളുകളിൽ എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നൊരു തുണയായി ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു. കർത്താവേ, എനിക്ക് വേണ്ടി അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കഴിഞ്ഞ മാസം ബ്ലെസ്സിംഗ് ടുഡേയുടെ ഒരു ഫെസ്റ്റിവൽ ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുവാനിടയായി. അതിൽ ഞാനും പങ്കെടുത്തിരുന്നു. പക്ഷേ അതിലുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലോറൻസ് എന്ന് പറയുന്ന ഒരു ആൻറ്റിയുടെ ഒരു സാക്ഷ്യം എൻ്റെ ജീവിതത്തെ വിശ്വാസത്തിൻ്റെ നിലവാരം വർദ്ധിപ്പിക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. അതിപ്രകാരമായിരുന്നു. ആൻറ്റിക്ക് 4 ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ആ സാഹചര്യത്തിൽ തന്നെ ആൻറ്റി കടം വാങ്ങിച്ച് ഒരു ബ്ലെസ്സിംഗ് ടുഡേയുടെ എപ്പിസോഡ് ചെയ്യുവാനും ഇടയായി. അതിൻ്റെ ഫലമായിട്ട് ദൈവം ആൻറ്റിയുടെ ജീവിതത്തിൽ ചെയ്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ 4 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു, അത് വീട്ടുവാനും ഒരു ഭവനം വയ്ക്കുവാനും സ്വന്തം മകനെ വിദേശത്തേക്ക് ജോലിക്ക് അയക്കുവാനും സാധിച്ചു. ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തെ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി സകലതും ചെയ്തു തരും. നമ്മൾ കരുതുന്നതിലും നനയ്ക്കുന്നതിലും ഉപരിയായിട്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്. എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ അത്ഭുത സാക്ഷ്യം നിങ്ങൾക്കും കാണാം. ദൈവം ചെയ്ത ഒത്തിരി അത്ഭുതങ്ങളുമായിട്ടാണ് സിസ്റ്റർ നിൽക്കുന്നത്. സിസ്റ്ററിൻ്റെ പേര് ഫ്ലോറൻസ് എന്നാണ്. തനിക്ക് ഏകദേശം ഒരു 4 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടായിരുന്നു. തൻ്റെ മുന്നിൽ ഒരു വീട് മേടിക്കണമെന്നൊരു ആവശ്യവും മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. മകന് വിദേശത്തൊരു ജോലി, ഇങ്ങനെയെല്ലാം നിൽക്കുന്ന ഒരു സമയത്താണ്, തനിക്ക് ഓൾറെഡി കടമുള്ള ഒരു സമയത്താണ് താൻ കടം മേടിച്ചിട്ട് ഒരു ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡ് സ്പോൺസർ ചെയ്തു. മൈ ഗോഡ്, ഇത്രയും കടം നിൽക്കുമ്പോൾ, ആവശ്യങ്ങൾ നിൽക്കുമ്പോൾ കടം മേടിച്ച് ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡ് സ്പോൺസർ, വലിയൊരു അതിക്രമമാണ് ചെയ്തത്. ഓക്കെ,
അങ്ങനെ ചെയ്ത സമയത്ത് താൻ ആ എപ്പിസോഡിൻ്റെ ആ ഷീറ്റിനകത്ത് പ്രാർത്ഥന വിഷയം എഴുതി കൊടുക്കുന്ന സ്ഥലമുണ്ട്. അവിടെ താൻ 2 പ്രാർത്ഥനാ വിഷയങ്ങളാണ് എഴുതി കൊടുത്തത്. ഒന്ന്, മകൻ ടെക്നോ പാർക്കിലാണ് ജോലി ചെയ്യുന്നത്. മകന് വിദേശത്ത് പോകുവാൻ ഒരു സാധ്യത നിൽപ്പുണ്ട്. പക്ഷെ അത് 4 വർഷം അതിനകത്ത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് അമേരിക്കയിലോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ മകന് 2 വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ. ഈ അമ്മ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു. ഏതാണ്ട് 2 ലക്ഷത്തിലധികം വരുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ട്. അതിനകത്ത് ഒരാളായി ഈ 4 വർഷം എന്ന് പറയുന്ന ഇതുകൊണ്ട് അതിൽ നിന്ന് 2 വർഷത്തിൽ ഉള്ളവർ തിരഞ്ഞെടുക്കണം. 2 ലക്ഷത്തിൽ നിന്ന് 65,000 ഒരാളായി എൻ്റെ മകനെ തിരഞ്ഞെടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അതും പ്രാർത്ഥനാ വിഷയം ഇട്ടു. എപ്പിസോഡ് സ്പോൺസർ ചെയ്ത് എത്ര നാൾ മുൻപാണ്? കഴിഞ്ഞ 2014 ഡിസംബറിലാണ് ഞാൻ സ്പോൺസർ ചെയ്യുന്നത്. ടെലികാസ്റ്റ് ചെയ്യുന്ന 2015 മെയ് 14. ഓക്കെ, ആ സമയത്താണ് പൈസ കൊടുത്തത്. പക്ഷേ കുറെ കൂടി കഴിഞ്ഞാണ് അത് വന്നത്. 2015 മെയ് 14 വന്നത്. ഓക്കെ, പറഞ്ഞു. ഓക്കെ, രണ്ടാമത്തെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തനിക്ക് ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം വിറ്റിട്ട് വേറൊരു നല്ലൊരു സൗകര്യത്തിൽ ഒരു വീടും സ്ഥലവും മേടിക്കണമെന്ന് പറയുന്ന 2 പ്രാർത്ഥനാ വിഷയങ്ങളാണ് അന്ന് എഴുതിയിട്ടത്. ദൈവം അത്ഭുതമായി ചെയ്തത്, ഈ 2 ലക്ഷം പേരിൽ നിന്ന് ഒരു സാധ്യതയും ഇല്ലാത്തിരുന്ന സ്ഥലത്ത് ദൈവം അത്ഭുതകരമായി ആ മകൻ അമേരിക്കയിലേക്ക് പോകുന്നതിനുള്ള ആ ലിസ്റ്റിനകത്ത് കയറുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഒരു വലിയൊരു അത്ഭുതം ചെയ്തു. രണ്ടാമത്, ഇവർക്ക് 4 ലക്ഷം രൂപയുടെ കടമുള്ളപ്പോഴാണ് അവർ ഇത് ചെയ്തത്. അവർ പറയുന്നത് ആ 4 ലക്ഷം രൂപയുടെ കടവും വീട്ടുവാൻ കർത്താവ് അവർ സഹായിച്ചു. 4 ലക്ഷം രൂപയുടെ കടം അത് പൂർണ്ണമായി അത് വീട്ടി. കുറച്ച് ചിട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പിടിച്ച് അത് 4 ലക്ഷം രൂപയും വീട്ടുവാൻ ദൈവം സഹായിച്ചു. അതുകൂടാതെ ഇവരാഗ്രഹിച്ചത് ഇവർക്കുള്ള ഒരു സ്ഥലം വിറ്റിട്ട് ഒരു 3 സെന്റ് സ്ഥലം മേടിക്കണമെന്നാണ് ഇവർ ആഗ്രഹിച്ചത്. എന്നാൽ ദൈവം ഇവർക്ക് കൊടുത്തത് ആ സ്ഥലം അവിടെ നിൽക്കുമ്പോൾ തന്നെ 6 സെന്റ് സ്ഥലവും ഒരു വീടും മേടിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരണങ്ങളും ഒരുങ്ങി വരുവാൻ കർത്താവ് സഹായിച്ചു. കൈകൾ ശക്തിയോടെ അടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈ സാക്ഷ്യം ഒരു പ്രസംഗമാണ്. ഈ സാക്ഷ്യം ഒരു സന്ദേശമാണ്. പല ആവശ്യങ്ങൾ നിൽക്കുമ്പോൾ ഒരു സാധ്യതയുമില്ലാത്തപ്പോൾ കടന്ന വിശ്വാസത്താൽ കടം മേടിച്ച് ബ്ലെസ്സിംഗ് ടുഡേ സ്പോൺസർ ചെയ്തൊരു സഹോദരി, ധീര വനിതയാണ് നിൽക്കുന്നത്. അടുത്തൊരു കൈയടി കൊടുക്കേണ്ടത് കർത്താവിനല്ല, ഈ സഹോദരിയുടെ വിശ്വാസത്തിന്, കടന്ന വിശ്വാസത്തിന് ഒരു കൈയടി കൊടുക്കാമോ? ഇനി നമുക്ക് കൈകൾ ഉയർത്തി യേശുവിന് നന്ദി പറയാം. കർത്താവേ, കടമേടിച്ച് അത് ചെയ്തു. വീണ്ടും കടത്തിലേക്ക് പോകുന്നതിന് പകരം എല്ലാ കടവും വീട്ടി മകന് ജോലി കൊടുത്തു. കൂടാതെ ഭവന ആ സ്ഥലം വാങ്ങാനൊക്കെ കർത്താവ് സഹായിച്ചു. ഇത് ഞങ്ങൾക്കൊരു ഗുണപാഠമാണല്ലോ കർത്താവേ. ഇത് കേട്ട് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിലും ഈ അത്ഭുതം ആവർത്തിക്കപ്പെടട്ടെ. അങ്ങനെ വിശ്വസിക്കുന്നവർ കൈ ഉയർത്തിപ്പിടിക്കുക. കടന്ന് വിശ്വസിക്കുന്നവർ. ഹല്ലേലൂയ. കർത്താവെ, ഓരോരുത്തരെയും വലിയ അത്ഭുതങ്ങൾ കാണാൻ, വീട്ടിലെ ആവശ്യങ്ങൾ നിറവേറാൻ, സ്വന്തം ഭവനങ്ങൾ ഉണ്ടാകാൻ, വിവാഹങ്ങൾ നടക്കാൻ, ജോലി ഉണ്ടാകാൻ, ഭൗതികമായ ആവശ്യങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ബ്രദറിൻ്റെ പേര് വിനോദ് എന്നാണ്. ഈ ബ്രദർ നമ്മുടെ തിരുവനന്തപുരം ബ്ലെസ്സിംഗ് സെൻറ്ററിലെ ഒരു അംഗവുമാണ്. അവിടുത്തെ ശുശ്രൂഷകരുടെ കൂട്ടത്തിലുള്ളതാണ്. ഓക്കെ. ഈ സഹോദരൻ ഏകദേശം കുറച്ചധികം വർഷങ്ങൾക്ക് മുൻപ് താൻ ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ തൻ്റെ നട്ടലിന് സാരമായ വേദന ആരംഭിച്ചിട്ട് താൻ അവിടെ ദുബായിൽ ചെന്ന് ഏകദേശം 9 മാസത്തിന് ശേഷം ഈ നട്ടലിൻ്റെ വേദന തനിക്ക് സാരമായി വർദ്ധിച്ചുകൊണ്ട് തനിക്ക് അവിടുന്ന് നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടതായിട്ട് വന്നു. ഓക്കെ. ഇവിടെ വന്ന് കുറച്ചധികം നാൾ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു. അതിനുശേഷം 3 വർഷങ്ങൾക്ക് ശേഷം താൻ കുവൈറ്റിലേക്ക് പോകാനായിട്ടിടയായി. അതായത് ഇപ്പോഴത്തേക്ക് ഏകദേശം ഒരു 9-10 മാസങ്ങൾക്ക് മുൻപ് താൻ കുവൈറ്റിലേക്ക് തിരികെ പോയി. ദുബായിൽ പോയില്ല, വേറൊരു രാജ്യത്തേക്ക് താൻ ജോലി സംബന്ധമായി പോയി. ഏകദേശം 9 മാസത്തോളം കുവൈറ്റിൽ താൻ വർക്ക് ചെയ്ത സമയത്ത് തനിക്ക് പണ്ടുണ്ടായിരുന്ന നടുവേദന തനിക്ക് തിരിച്ചു വന്നു. അദ്ദേഹം ആദ്യത്തെ പ്രാവശ്യം 9 മാസം, രണ്ടാമത്തെ തനിക്ക് തിരിച്ചു വന്നു. ഇദ്ദേഹം പറയുന്നത് ഈ തവണ വന്നതിൻ്റെ 4/1 പോലും വേദന ആദ്യം ദുബായിൽ വെച്ച് തനിക്ക് ഉണ്ടായിരുന്നില്ല. വർദ്ധിച്ചു. അത്ര കഠിനമായൊരു വേദന കുവൈറ്റിൽ വെച്ച് വന്നു. ഇദ്ദേഹം പറയണത് കുവൈറ്റിൽ താൻ ആ വേദന തുടങ്ങി ആ 3 ദിവസം തനിക്ക് കിടക്കുവാനോ നടക്കുവാനോ ഒന്നും സാധിച്ചില്ല. 3 ദിവസം താൻ മുട്ടിന്മേൽ തന്നെ നിന്ന് കരഞ്ഞ് കഴിച്ചു കൂട്ടിയെന്നാണ് പറയുന്നത്. ശരിയാണോ ബ്രദർ? അതെ, അത്ര കഠിനമായ ദിവസം മുട്ടല്ലോ. ഇങ്ങനെ നിന്ന് ഞാൻ 3 ദിവസം ഇറങ്ങി. വെള്ളമില്ല, 3 ദിവസം ഇങ്ങനെ നിന്ന്
ഉറങ്ങി. ഇങ്ങനെ ഇരുന്ന് ഉറങ്ങി. 3 ദിവസം. അത്ര കഠിനമായ വേദന കൊണ്ട് ഈ പൊസിഷനിൽ മാത്രമേ അല്പം ആശ്വാസമുള്ളൂ. അതാണോ? കിടന്നാൽ വേദന, എഴുന്നേറ്റ് നിന്നാൽ വേദന. ഇത്രയും കഠിനമായ വേദനയോടുകൂടെ ഇദ്ദേഹം ആ ജോലി സ്ഥലത്ത് നിന്ന് തൻ്റെ സ്വന്തം കയ്യിലെ പണം ചെലവാക്കി താൻ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഇവിടെ അദ്ദേഹം പറയുന്നത്, ഇവിടെ വന്നതിന് ശേഷം തനിക്ക് താൻ പറയുന്ന ഫ്ലൈറ്റിൽ താൻ ചെലവഴിച്ച 5.5 മണിക്കൂർ തനിക്ക് കടുത്ത വേദനയിൽ തനിക്ക് അല്പം പോലും സഹിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഫ്ലൈറ്റിൽ ഇത്രയും ആളുകൾ ഇരിക്കുന്നതിനിടയിൽ ഉറക്കെ നിലവിളിക്കാനോ കരയാനോ പറ്റില്ല. പക്ഷേ കണ്ണിൽ നിന്ന് ഇങ്ങനെ തുള്ളി കണ്ണുനീര് വരുന്നത് പോലെ ആ വേദന സഹിച്ചാണ് താൻ 5.5 മണിക്കൂർ യാത്ര ചെയ്ത് താൻ നാട്ടിലെത്തി. ഇവിടെയും ചില കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും എല്ലാം ചെയ്തെങ്കിലും അതിന് യാതൊരുവിധ കുറവും ഉണ്ടായില്ല. ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു തൻ്റെ നട്ടലിൻ്റെ L1, L2, L3, L4 ഈ ഭാഗങ്ങളിൽ തേയ്മാനമുണ്ട്. അതിൽ 2 എണ്ണത്തിൻ്റെ സ്ഥാനം മാറിയിരിക്കുകയാണ്. എമർജൻസി ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. ഈ സഹോദരൻ പക്ഷേ ഈ ഓപ്പറേഷൻ എല്ലാം പറഞ്ഞു, കുറേ കാര്യങ്ങൾ ഇതിലെല്ലാം ചെയ്തെങ്കിലും അതിനൊന്നും പരിഹാരം വരാത്ത കൊണ്ട് ഈ സഹോദരൻ ഇങ്ങനെ വിശ്വസിച്ചു, കർത്താവ് എന്നെ സൗഖ്യമാക്കും. അതിനുവേണ്ടി ഈ സഹോദരൻ പറഞ്ഞ് നമ്മുടെ തിരുവനന്തപുരം സെൻറ്ററിലെ മീറ്റിംഗ്, അതിനിടയിൽ ഉപവാസ പ്രാർത്ഥന നടന്നപ്പോൾ അവിടെ എല്ലാം വന്നിട്ട് ഈ സഹോദരൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആ സൗഖ്യത്തിന് വേണ്ടി ഇങ്ങനെ ആഞ്ഞു പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥനയിൽ അങ്ങ് ആശ്രയിച്ചത്, കർത്താവിൽ ആശ്രയിച്ചു. അത് മാത്രമല്ല സഹോദരൻ പറഞ്ഞത്, കഴിഞ്ഞ ഫെബ്രുവരി 27-ാം തീയതി വെള്ളിയാഴ്ച രാത്രി കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ചിട്ട് നമുക്കൊരു നൈറ്റ് വിജിൽ, ഒരു മുഴുരാത്രി പ്രാർത്ഥന നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നു. ഈ സഹോദരൻ അന്ന് വരാൻ വേണ്ടിയിട്ട് ട്രെയിനിന് കുറച്ച് പേരൊക്കെ ആയിട്ട് ബുക്ക് ചെയ്തു. ഇദ്ദേഹം പറയുന്നത് ആ ട്രെയിനിൽ മുഴുവനും, അതായത് എറണാകുളം വരാനുള്ളൊരു 4-5 മണിക്കൂർ ട്രെയിനിലിരുന്ന് ഇദ്ദേഹം ഉറക്കെ അലറി വിളിച്ച് കരയുകയായിരുന്നു. വേദന ഉണ്ട്. യേശുവേ യേശുവേ എന്ന് വേദന സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഇദ്ദേഹം യേശുവേ യേശുവേ എന്ന് വിളിച്ച് കരഞ്ഞോടി. ഇദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ആ കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന ആളുകൾ കൂടെ ഇദ്ദേഹത്തിന് സഹിക്കാൻ വയ്യാതെ കരയുന്ന കേട്ട് അവരും കൂടെ ഇരുന്ന് കരഞ്ഞു. അത്ര കടുത്ത വേദനയിലാണ് ഇദ്ദേഹം ആ മുഴുരാത്രി പ്രാർത്ഥനയ്ക്ക് അവിടെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെൻറ്ററിൽ എത്തുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഒരുപക്ഷെ കുറേ പേരെങ്കിലും. ബ്ലെസ്സഡ് നൈറ്റ് വിജിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുഴുരാത്രി പ്രാർത്ഥന നമ്മൾ സംഘടിപ്പിച്ചു. അതിലാണ് ഈ സംഭവം. അപ്പോൾ അന്ന് ട്രെയിനിൽ ഇരുന്നുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ നിലവിളി കേട്ടിട്ട് കമ്പാർട്ട്മെൻറ്റിൽ ഉള്ള ആളുകളും കൂടെ ഇരുന്ന് കരഞ്ഞു. അതിനുശേഷം ചില ആൾക്കാർ എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ നിലവിളി കേൾക്കാൻ വയ്യാതെ ചില ആൾക്കാർ എണീറ്റ് മാറിയിരുന്നു. ഈ നിലവിളി സഹിക്കാൻ പറ്റാതെ ലോലഹൃദയമുള്ളവരൊക്കെ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാറിപ്പോയി. എന്നിട്ട് ഇവർ അവിടെ കുറച്ച് നേരത്തെ, മീറ്റിംഗ് തുടങ്ങുന്നതിന് കുറച്ച് നേരത്തെ മുൻപ് അവിടെ എത്തി. നമ്മൾ ഏകദേശം 9-9:30 കൂടിയാണ് നമ്മൾ ആ പ്രാർത്ഥന തുടങ്ങുന്നത്. അദ്ദേഹം പറയുന്നത് ആ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുൻപ് വേദന അതികഠിനമായിട്ട് വീണ്ടും കൂടി, വേദന പിന്നെയും കൂടി. തനിക്ക് അവിടെ ഇരിക്കാൻ വയ്യാതെ താൻ ആ ഹോളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. അദ്ദേഹം പറയുന്നത് 9 മണി മുതൽ 12:30 മണി വരെ താൻ ആ ഹോളിൻ്റെ പുറകിൽ പോയി നിന്നു. അത്രയും വേദന സഹിക്കാൻ വയ്യാതെ പിന്നെയും വേദന സഹിക്കാൻ വയ്യാതെ ആയി കഴിഞ്ഞപ്പോൾ താൻ പറയുന്നത് തൻ്റെ സൗണ്ട് സിസ്റ്റത്തിലിരിക്കുന്ന ചില സഹോദരന്മാരെല്ലാവരും കൂടി ഇദ്ദേഹത്തെ തൊട്ടടുത്ത് നമ്മുടെ അവിടെയുള്ള ചെറിയ ഹോളിൽ കൊണ്ടുപോയി കിടത്തി. സഹിക്കാൻ വയ്യാതെ 12:30 മണിക്ക് കൊണ്ടുപോയി കിടത്തി. ഇദ്ദേഹം പറയുന്നത് അവിടെ കിടന്നിട്ട് താൻ കടക്കുകയില്ല, എന്തോ ഒരു പ്രത്യേക ലോകത്തിരിക്കുന്നത് പോലെ ഈ വേദന സഹിക്കാൻ വയ്യാതെ അവിടെ താൻ കിടക്കുകയായിരുന്നു. ഇതിനിടയിൽ ഏകദേശം 2:30 മണി ആയപ്പോഴത്തേക്കിനും ബ്രദർ ഡാമിയൻ പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരി ഭാര്യയാണ്. ഭാര്യ ഓടി വന്നിട്ട് പറഞ്ഞു, ബ്രദർ ഡാമിയൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, വേഗം ഓടി വരാൻ പറഞ്ഞു. ഇദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് പ്രാർത്ഥനാ ഹാളിലേക്ക് വന്ന സമയത്ത് ഇദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഒട്ടും സഹിക്കാൻ വയ്യാതെ പോലെ ആ വേദന കഠിനമായി, എനിക്ക് ഒട്ടും നിൽക്കാൻ പറ്റും. ഇദ്ദേഹം പറഞ്ഞത് അവിടെ ആ സമയത്ത് ബദനാമിയൻ പെട്ടെന്ന് പ്രാർത്ഥിച്ചു നിർത്തിയിട്ട് അവിടെ ശുശ്രൂഷകർ പ്രാർത്ഥിക്കാൻ വേണ്ടി നിന്നിരുന്നു. ഓർക്കുന്നുണ്ട്, ഏറ്റവും അവസാനം ശുശ്രൂഷകർ ഓവർസീസ് ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നു. ഓർമ്മയുണ്ട്. അതിനുശേഷം ഈ സഹോദരൻ വേദന കൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ രജനീകാന്ത് ബ്രദർ ഉടനെ തന്നെ ഇദ്ദേഹത്തെയും കൊണ്ട് ഡാമിയൻ ബ്രദറിന്റെ മുറിയുടെ ആ ഭാഗത്തേക്ക് വന്നു. ഡാമിയൻ ബ്രദറുടെ ഭാഗത്തേക്ക് ഇത് കഴിഞ്ഞ സമയത്ത് അതെ സ്റ്റേജിന് താഴെ അപ്പുറത്ത് വിസിറ്റേഴ്സ് ലോഞ്ചിൽ കൊണ്ടുവന്നു, ആ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥന. എനിക്ക് ഓർമ്മ വന്നു. അതെ, ഓർമ്മ വന്നു. ബ്രദർ ഡാമിയൻ ഇദ്ദേഹത്തിന് വേണ്ടി ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞു വന്ന ആ സമയത്ത് തന്നെ ബ്രദർ ഡാമിയൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ബ്രദർ ഡാമിയൻ ഇങ്ങനെ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ പൈശാചിക ബന്ധനം പൂർണ്ണമായിട്ടും വിട്ടുമാറട്ടെ എന്ന് ബ്രദർ പറഞ്ഞു. ഈ സഹോദരൻ പറയുന്ന ഇത്രയും വർഷങ്ങൾ കൊണ്ടുണ്ടായിരുന്ന കഠിനമായ വേദന, അദ്ദേഹം പറയുന്നു തൻ്റെ ഈ അരഭാഗത്ത് നിന്ന് എന്തോ ഒന്ന് കാലിലൂടെ ഇറങ്ങി പോകുന്നത് പോലെ തോന്നി. ഈ സഹോദരൻ പറയുന്നത് ആ പൈശാചിക ബന്ധനം പോകട്ടെ എന്ന് പറഞ്ഞ ആ നിമിഷം ഈ സഹോദരൻ സൗഖ്യമായി.
കർത്താവിൻ്റെ ഒരു ശക്തി ഇറങ്ങി തന്നെ തൊട്ടു. താൻ ആ സമയത്ത് താൻ പൂർണ്ണമായിട്ടും സൗഖ്യമായി എന്നാണ് ആ സഹോദരൻ പറയുന്നത്. ഞാനൊന്ന് ചോദിച്ചിട്ട്, ആ പ്രാർത്ഥിച്ച സമയത്ത്, വിസിറ്റേഴ്സ് ലോഞ്ചിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ശരീരത്തിൽ അനുഭവിച്ച അനുഭവം ഒന്നെല്ലാവരോടും പറയാമോ? പ്രാർത്ഥിച്ച സമയത്ത് തന്നെ എനിക്കൊരു വിറയൽ അനുഭവപ്പെട്ടു. ശരീരത്തിൽ വിറയൽ അനുഭവപ്പെട്ടു. ഏകദേശം ഈ ഭാഗത്ത് നിന്ന് വേദന പൂർണ്ണമായിട്ടും ഇങ്ങനെ ഇതുവഴി താഴേക്ക് ഇറങ്ങി ഇതുവഴി അങ്ങ് പുറത്തു പോകുന്ന ഒരു അനുഭവം. അത് ഇതിലപ്പുറം വേറെ രീതിയിൽ എനിക്ക് പറയാൻ അറിയില്ല. അത്രയൊക്കെ ഉള്ളു വാക്കുകൾ. പോയി. സഹോദരൻ പറഞ്ഞത് ആ ഒരു അനുഭവത്തിന് ശേഷം പിന്നെ അദ്ദേഹം മുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹത്തിനാണ് പൂർണ്ണമായിട്ട് വിശ്വാസം വന്നില്ല. അദ്ദേഹം മുടന്തി നടക്കാൻ പോയപ്പോൾ രജനീകാന്ത് ബ്രദർ പറഞ്ഞു, ബ്രദറിൻ്റെ രോഗം സൗഖ്യമായി, നടക്കുകയല്ല ഓടുക ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. സഹോദരൻ പറയുന്നത് ആ ഒരു 1500-2000 പേരിലധികം ഇരിക്കുന്ന ആ ഹോള് മുഴുവൻ ഇദ്ദേഹം ഓടി നടന്ന് ആ സൗഖ്യം തൻ്റെ ശരീരത്തിൽ തിരിച്ചറിഞ്ഞു. എനിക്കൊരു കാര്യം മനസ്സിലായത്, ചിലരുടെ രോഗങ്ങൾ ക്രമേണയാണ് സൗഖ്യം. പക്ഷേ ഇദ്ദേഹത്തിന് ആദ്യത്തെ ദിവസം തന്നെ ഒരു ഇൻസ്റ്റന്റേനിയസ് ഹീലിംഗ് ആണ് നടന്നത്. തൽക്ഷണം സൗഖ്യമായി. കൈകൾ രണ്ടും ഉയർത്തിപ്പിടിക്കാം. കർത്താവേ, ലോകമെമ്പാടും ഈ സാക്ഷ്യം, യേശുവിൻ്റെ അത്ഭുതത്തിൻ്റെ സാക്ഷ്യം കേൾക്കുന്നവർ കൂടെ ഈ സമയത്ത് അത്ഭുത രോഗ സൗഖ്യത്തിൻ്റെ ശക്തിയാൽ സ്പർശിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഇതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ ഇപ്പോൾ തന്നെ നടക്കാൻ തുടങ്ങട്ടെ. നട്ടലിൻ്റെ വേദനയോ മറ്റുള്ള വേദനയോ ആയി വളരെയധികം ഭാരപ്പെടുന്ന വ്യക്തികൾ, പ്രത്യേകിച്ച് ICUവിൽ, വെന്റിലേറ്ററിൽ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എവിടെയെങ്കിലുമൊക്കെ വേദനയിൽ കഴിയുന്ന വ്യക്തികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സമ്പൂർണ്ണമായും സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. കർത്താവ് അത് ചെയ്തതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കായംകുളം ജൂൺ 17 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. GDM ഓഡിറ്റോറിയം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, NH47 കായംകുളം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നെയ്യാറ്റിൻകര ജൂൺ 18 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ശ്രീരാഗം ഓഡിറ്റോറിയം, കരിനട, വ്ളാങ്ങാമുറി ജംഗ്ഷൻ, പൂവാർ റോഡ്, നെയ്യാറ്റിൻകര. നമുക്ക് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് ഒരു സന്ദർഭത്തിൽ പറഞ്ഞു. അങ്ങനെ വേറെ ഒന്നും ചെയ്യേണ്ട, വിശ്വസിച്ചാൽ മതി. കർത്താവെ, ഈ സമയത്ത് അങ്ങയുടെ കൈകൾ നീട്ടി രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളിലൂടെ പോകുന്ന, എന്നുള്ള കൊടുങ്കാറ്റ് എന്നതുപോലെ, തിരമാലകൾ എന്നതുപോലെ വലിയ കോളിളക്കം ഉണ്ടായിരിക്കുന്ന ജീവിതത്തിൽ സമാധാനം തീരെയില്ല. കർത്താവ് യേശുവിൻ്റെ നാമത്തിലെല്ലാം കെട്ടടങ്ങട്ടെ. കാറ്റ് ശാന്തമാകട്ടെ, കടൽ ശാന്തമാകട്ടെ. കർത്താവ് വലിയ വിടുതലുകൾ കൊടുക്കുന്നതിനാൽ നന്ദി പറയുന്നു. പല പ്രാവശ്യം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഒരു വ്യക്തി, ഞരമ്പ് മുറിച്ചു, പല രീതിയിലും എപ്പോഴും മരിക്കണമെന്നുള്ള തോന്നലുള്ള ഒരു വ്യക്തി, യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ പൂർണ്ണമായും അതിൽ നിന്ന് പുറത്തു വരട്ടെ. ആ ചിന്തകളിൽ നിന്ന് പുറത്തു വരട്ടെ. നിരാശ മാറട്ടെ. ഒരു പ്രത്യാശ ഉണ്ടാകട്ടെ. രഞ്ജിത എന്നു പേരുള്ളൊരു സഹോദരി, പ്രത്യേകിച്ച് പലർക്ക് അങ്ങനത്തെ ടെൻഡൻസി കാണും, പക്ഷേ രഞ്ജിത എന്നൊരു സഹോദരിയെ പ്രത്യേകിച്ച് എൻ്റെ ആത്മാവിൽ ഞാൻ കാണും. കർത്താവെ, ആ പെൺകുട്ടി അതിൽ നിന്നും പിന്മാറട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതിൽ തന്നെ ആത്മഹത്യ ചെയ്യണമെന്ന് ആ ടെൻഡൻസിയുള്ള ചിലരിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത് ചില റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ചില ബന്ധങ്ങൾ മുറിഞ്ഞുപോയി, സ്നേഹിച്ചവർ മാറിപ്പോയി, അതിൻ്റെ ആ വേദനയിൽ. എന്നാൽ അതിനെല്ലാത്തിൽ നാം മുറിവുകളിൽ നിന്ന് രക്ഷിക്കുവാനും വിടുവിക്കുവാനും യേശു കർത്താവ് ഇന്ന് ഹൃദയത്തിലേക്ക് വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. യേശുവേ, ഇത് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ. സമാധാനത്താൽ എന്നെ നിറയ്ക്കണമേ. യേശു കർത്താവ് നൽകുന്ന രക്ഷ ഞാൻ സ്വീകരിക്കുന്നു. ക്രൂശിൽ യേശു മരിച്ചത് എനിക്ക് വേണ്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ സ്വീകരിക്കണമേ. പാപജീവിതം ഞാൻ ഉപേക്ഷിക്കുന്നു. യേശുവിനായി ജീവിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. താങ്ക് യു ലോർഡ്. രോഗികൾ ഇപ്പോൾ തന്നെ ഈ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിപ്പിടിക്കുക. മറ്റ് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവർ, ഒരു വിടുതൽ വേണ്ടവർ, കർത്താവെ, ഈ സമയത്ത് അങ്ങനെയുള്ളവർക്കായി പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഭർത്താവിൽ നിന്ന് സ്നേഹം ലഭിക്കുന്നില്ല, ഭർത്താവ് ക്രൂരമായി പെരുമാറുന്നു, അങ്ങനെയുള്ളവർ
ദൈവിക വിടുതൽ കർത്താവെ നീ കൽപ്പിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. വിവിധ പ്രശ്നങ്ങളിൽ അലയുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സകലർക്കും വേണ്ടി ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ദൈവമേ അങ്ങേക്ക് എല്ലാ മഹത്വം ഞങ്ങൾ അർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഈ പ്രാർത്ഥിച്ച സമയത്ത് വലിയ വിടുതലുകൾ നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വിടുതൽ ബോധ്യമാകുമ്പോൾ തീർച്ചയായും പ്രെയർ ലൈനിൽ വിളിച്ച് പറയണം, ഇന്നത് പോലെ യേശു ഞങ്ങളെ അനുഗ്രഹിച്ചു എന്ന് തീർച്ചയായും പറയണം. നാളെ കായംകുളത്തും മറ്റന്നാൾ നെയ്യാറ്റിൻകരയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നു. തീർച്ചയായിട്ടും വരണം. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.